ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു തക്കാളി കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിതിലേക്ക് താളിച്ച് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ഫസ്റ്റ് എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരല്പം വെളുത്തുള്ളി അല്ലി കൂടി. ഇതിപ്പോൾ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തതാണ്, അതുകൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ചേരുവ കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2-3 പച്ചമുളക് കൂടിയാണ്. നമ്മളിതിലേക്ക് അധികം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മളിപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്തേക്കണം. പച്ചമുളകും ചേർത്തിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിഞ്ഞെടുത്ത കുറച്ച് സവാളയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയിൽ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയാവും. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിലും 1.5 സവാള തന്നെ മതിയാവും. അപ്പോൾ അത് ചേർക്കുകയാണ്. ഈ ഒരളവിൽ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഈ ഒരളവിലാണ് ഞാനിപ്പോൾ സവാള ചേർത്തിട്ടുള്ളത്. ഒരുപാട് സവാള കൂടി പോകരുത്. അപ്പോൾ സവാളയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടണം. പക്ഷേ അതിൻ്റെ കളറൊന്നും അങ്ങനെ ഗോൾഡൻ കളറിലായിട്ട് മാറണമെന്നോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ ഞാനിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള എല്ലാം വഴണ്ട് കിട്ടും. നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമ്മൾ കൂടുതൽ സമയത്ത് ഇത് വീണ്ടും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. മസാല ഒരുപാടൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കൂടെ തന്നെ അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയം നമ്മളിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്നും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ട് വരട്ടെ. ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിനായിട്ടുള്ള തക്കാളി കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ 3 തക്കാളിയാണ്. തീരെ ചെറിയ പീസായിട്ട് അരിയാൻ പാടില്ല. എങ്കിൽ പിന്നെ എല്ലാം കൂടി വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ മാത്രമേ നമ്മൾ അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റാൻ പാടില്ല. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴയാൻ പാടില്ല. ഇതുപോലെ ചെറിയൊരു രീതിയിൽ മാത്രമേ നമ്മളിത് വഴറ്റി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരപ്പ് കൂടി ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കട്ടിയായിട്ട് കുറുകി കിട്ടും. അതിൻ്റെ പേരിലാണ് 2.5 കപ്പ് അളവിൽ വെള്ളം ചേർക്കുന്നത്.
അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മസാല എല്ലാം ഈ തക്കാളിയിൽ പിടിച്ചിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം എല്ലാം വറ്റിയിട്ട് പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ഈ കറിക്കൂട്ടെല്ലാം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടില്ല, ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടിയാണ്. ചെറിയ ജീരകമല്ല, പച്ച പെരുംജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുതെങ്കിൽ പിന്നെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരുപാട് സമയത്ത് തിളപ്പിക്കാൻ വേണ്ടി വിടരുത്. ചെറിയ രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. അപ്പോൾ 1 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമുക്കിപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഈ സമയത്ത് തന്നെ നമ്മൾ ചേർത്തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത ഉപ്പ് അത്രയും തന്നെ മതിയാവും. അതിൻ്റെ പേരിൽ പിന്നീട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മുടെ കറിയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തിളച്ച് തുടങ്ങും. അപ്പോഴത്തേക്കും തന്നെ നമ്മളിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കണം. അപ്പോൾ ഇത് ഇത്ര തന്നെ മതിയാവും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് താളിച്ച് കൂടി ചേർക്കാനുണ്ട്. ആ താളിച്ച് കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറി കറക്റ്റ് ആവുന്നത്. എന്നാൽ ശരി, പെട്ടെന്ന് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നവരെയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരല്പം വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ താളിപ്പ് നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിരിക്കണം. നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്നാലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.